ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. പലർക്കും അതൊരു വലിയൊരു കൃപയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയി. ഏകദേശം 2 മണിക്കൂർ എടുക്കും റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ സിസ്റ്ററോട് ഞാൻ ആദ്യം പറഞ്ഞു വാട്സപ്പിൽ ഇട്ടേരെന്ന് പറഞ്ഞിട്ട്, പിന്നെ തോന്നി സാരമില്ല, ഡോക്ടറെ കാണിക്കാനുള്ളതല്ലേ എന്ന് കരുതി ഞാൻ പറഞ്ഞു കൈ തന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് മാറി ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അല്പസമയം ഇങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി ചുറ്റുമുള്ള ആളുകളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ബസ്സുകൾ പോകുന്നു, ആളുകൾ അടുത്ത് സംസാരിക്കുന്നു ഒക്കെയുണ്ട്. ആ സമയത്ത് ഒരു അമ്മാമ്മ പതിയെ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് ആടി കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. കയ്യിൽ അവരെക്കാളും വലിയൊരു കൂടുണ്ട്. ഇവർ നടന്നു വരിക. ഞാനിങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഇവരെന്താ ചെയ്യുന്നത്. ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല. മുഷിഞ്ഞ ഒരു നൈറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. ഇവർ വന്ന് ആ ബസ് സ്റ്റോപ്പിലേക്ക് പതിയെ കയറി അവരവിടെ ഇരുന്നു. ഞാൻ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ അമ്മമ്മ ചോദിച്ചു, കുട്ടി എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്. ഞാൻ തിരിച്ചും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സഹായത്താൽ അല്പസമയം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് 2-3 ബസ്സുകൾ വന്ന് നിന്നപ്പോൾ ആ കൂട്ടത്തിൽ അമ്മാമ്മയുടെ ബസ്സും കൂടി വന്ന് നിന്നു. ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു, ആരെങ്കിലും ഇവരെ സഹായിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും വന്നില്ല. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇവരെ കയ്യിൽ പിടിച്ച് ഇവരെ കൂടുമെടുത്ത് ഞാൻ ഇവരെ ബസ്സിലേക്ക് കൊണ്ടുപോയി ചെന്നപ്പോൾ പതിയെ ഇവർക്ക് നടക്കത്തുള്ളൂ. വേയിച്ച് ഇവർ പോവുക. കയ്യും കാലൊക്കെ വിറയ്ക്കുക. വടി കുത്തിപ്പിടിക്കാൻ ഇവർക്ക് ശേഷിയില്ല. സത്യത്തിൽ ഇവരെ വീട് വരെ കൊണ്ടുപോയി വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ ബസ്സിലെ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു പതിയെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടിയുടെ ആരെങ്കിലും ആണോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആരുമല്ല, ഈ അമ്മേനെ ഇന്ന സ്ഥലത്ത് ഇറക്കിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ ചെയ്തതുപോലെ ഇത്രയും പേര് ഇവിടെ നിൽപ്പുണ്ട്, ആരും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവാണ്, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെന്നോട് വളരെ സംസാരിക്കുകയൊക്കെ ചെയ്ത് സ്നേഹത്തോടെ ഇടപഴകുകയൊക്കെ ചെയ്തപ്പോൾ, പ്രിയപ്പെട്ടവർ, ഞാൻ എന്നെ പുകഴ്ത്താനോ അല്ലെങ്കിൽ എന്നെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്താനോ കുറേ ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ കമൻറ്റ് കിട്ടാനോ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാതെ പോകുന്ന കുറേ കാഴ്ചകളുണ്ട്.